പ്രിയപ്പെട്ടവരെ, ഞാൻ എന്താണ് പ്രസംഗിക്കേണ്ടതെന്ന് സംബന്ധിച്ചൊരു ധാരണ എനിക്കില്ല. എത്ര പ്രസംഗിച്ചാലും എത്ര വാക്കിൽ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാലും ഈ പരിപാടിയുടെ മഹത്വവും അതിൻ്റെ മനോഹാരിതയും അതെത്രത്തോളം ഹൃദയസ്പർശിയാണ് എന്നുള്ളത് വാക്കുകളിൽ ആർക്കും വരക്കാനോ പറയാനോ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ അത്ര ഹൃദ്യമായ, അത്ര അനിവാര്യമായ, അത്ര കാമ്പുള്ളൊരു സന്ദേശത്തെ ഉൾക്കൊള്ളുന്ന ഈ ഓണവൈബിന് ഓരോ വടകരക്കാരൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേരാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പം വേദിയിൽ കണ്ട സ്വാഗത നൃത്തം, വെൽക്കം ഡാൻസ്, ഞാൻ MLA-നോട് പറയായിരുന്നു, ഞങ്ങൾ ജനപ്രതിനിധികൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ, പ്രയാസങ്ങൾ നിത്യേന എന്നോണം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപകടങ്ങൾ പലപ്പോഴും കാണുന്നുണ്ട്, ദുരന്തങ്ങൾ പലപ്പോഴും കണ്ടു നിൽക്കേണ്ടി വരാറുണ്ട്, അതിൻ്റെ ഭാഗവാക്കാവാറുണ്ട്. അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊക്കെ ജനപ്രതിനിധികൾ എന്ന ഉത്തരവാദിത്തത്തോടെ ചിലപ്പോൾ ഓടാറും ചെല്ലാറും കാണാറൊക്കെയുണ്ട്. കുടുംബങ്ങളിലെ പ്രയാസങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. ചില സമയത്തൊക്കെ നമ്മുടെ മനസ്സ് മരവിച്ചു പോകുന്ന തരത്തിലുള്ള ഇൻസിഡൻസ് നമ്മുടെ ചുറ്റുപാട് ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു മരവിപ്പ് മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ബാധിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ബാധിച്ചവർക്ക് പോലും അവരുടെ പോലും കണ്ണ് നിറയുന്ന തരത്തിൽ ശബ്ദങ്ങളുടെ ലോകത്തില്ലാത്തവരെ മുമ്പിലിരിക്കുന്ന രണ്ട് അധ്യാപകർ അവർ ആക്ഷനിലൂടെ താളത്തിലേക്ക്, മൂവ്മെൻറ്റിലേക്ക്, ഡാൻസിലേക്ക് അവരെ ചിരിയോടെ പ്രേരിപ്പിക്കുകയും ആ പ്രിയപ്പെട്ടവരെ നോക്കി തങ്ങളുടെ ശരീരങ്ങൾ ചലിപ്പിക്കുകയും അത് ശബ്ദങ്ങളുടെ ലോകത്തുള്ള നമുക്ക് കേൾക്കുന്ന പാട്ടിനോടൊപ്പം അവർ ചലിക്കുന്ന തരത്തിലാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ അധ്വാനത്തിന് നേതൃത്വം നൽകിയ ആളുകൾ, അവരോടൊപ്പമല്ലാതെ ആരോടൊപ്പമാണ് നമ്മുടെ ഈ ഓണം ആഘോഷിക്കേണ്ടത് എന്നുള്ള സന്ദേശം തന്നെയാണ് ഇവിടെ കൊണ്ടാടുന്നത്. യഥാർത്ഥത്തിൽ ഇതാണ് ഓണം എന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുക. ഞാൻ അറിഞ്ഞു 9 സ്കൂളുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ. ഇപ്പോൾ റോട്ടറിയിലെ കുട്ടികളാണെന്ന് ഇപ്പം ഞാൻ അവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. അതിൻ്റെ പിന്നിൽ അത് ഒരുക്കാൻ നിന്നവർ, ആ നൃത്തങ്ങൾ പരിശീലിപ്പിച്ചവർ, അതിൻ്റെ മൂവ്മെൻറ്റ്സ് കുട്ടികളെ പഠിപ്പിച്ചവർ, അതിൻ്റെ പിന്നിൽ ഓരോരുത്തരും അവരുടെ രക്ഷിതാക്കൾ, എല്ലാത്തിലും ഉപരി മനോഹരമായി പരിമിതികളെ മറികടന്ന് നമുക്ക് വിധിയോട് പൊരുതാൻ പ്രചോദനമായ കുഞ്ഞു കുരുന്നുകൾ, അവർക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞൊരു കയ്യടി നമുക്കിവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കൊടുക്കാമെന്നുള്ളത് എനിക്ക് തോന്നുന്നതാണ്. ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല, അതൊരു ദീർഘമായ പ്രസംഗത്തിൻ്റെ വേദിയല്ല. ഭിന്നശേഷി മക്കൾ ഇപ്പം പലപ്പോഴും 9 സ്കൂളിൽ നിന്ന് 350 കുട്ടികൾ ഇവിടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനും ഈ സംഗമത്തിൽ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ 9 സ്കൂളുകൾ ഇവിടെ ആദരിക്കുന്നുണ്ട്. ആ 9 സ്കൂളിൽ നിന്ന് വന്ന 350 കുട്ടികളെയും ഇവിടെ ആദരിക്കുന്നുണ്ട്. അവർക്ക് ഓണക്കോടി ഉണ്ട്, അവർക്ക് ഭക്ഷണമുണ്ട്. അതുപോലെ തന്നെ അവരുടെ ടീച്ചേഴ്സിന്, അവിടുത്തെ മറ്റ് സ്റ്റാഫിന് എല്ലാവർക്കും ആദരവുണ്ട്. എനിക്ക് പ്രിയപ്പെട്ട MLA-യോട് ഈ വൈബിൻ്റെ പല പ്രവർത്തനങ്ങൾക്ക് ഈ ഹാളിൽ തന്നെ പങ്കെടുക്കാനും പരിപാടിയുടെ ഭാഗമാവാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്നുള്ള നിലക്ക് എനിക്ക് വൈബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ടീമിനോടും അതിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട MLA-യോടും സ്നേഹത്തോടെ പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ ഏറ്റവും കരുത്തുറ്റ ഒന്നാണിത് എന്നുള്ളത് പ്രിയപ്പെട്ട MLA-യും മറ്റ് MLA-യും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുക. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മുടെ പൊതു സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും സമൂഹത്തിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള വരുന്ന ആളുകളുടെ പ്രയാസങ്ങൾ മനസ്സിലാവാത്ത തരത്തിൽ ഇവർ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ ജീവിതവുമായി മുന്നോട്ട് പോകാൻ ആളുകൾ പ്രയാസപ്പെടുന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണകളില്ലാതെ അവർ വേറെ ഒരു ലോകത്ത് വളരുന്നൊരു സാഹചര്യമുണ്ട്. ഇത്തരം ഇടങ്ങളിലാണ് അവരുടെ പ്രയാസങ്ങൾ ആ പൊതു സ്കൂളിലെയും മറ്റിടങ്ങളിലും പഠിക്കുന്ന കുട്ടികളും പ്രവർത്തകരും ഒക്കെ മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ സ്കൂളിലെ ക്ലാസ് മുറികളിൽ ഇത്തരത്തിൽ ഒരുപാട് കുട്ടികളെ കാണുന്നില്ല, അവരുടെ കളിയിടങ്ങളിൽ കാണുന്നില്ല, അവരുടെ വിനോദ ഇടങ്ങളിൽ കാണുന്നില്ല. കല്യാണപ്പുരകളിലേക്കും മരണപ്പുരകളിലേക്കും പോലും ചിലപ്പം നമ്മുടെ ഈ മക്കളും കൊണ്ട് പോകുന്നതിനെ സംബന്ധിച്ചുള്ള പ്രയാസങ്ങൾ ആലോചിച്ചിട്ട് ചിലപ്പോൾ അവിടെ നടക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമാവുന്നു. അവരവരുടെ വീടുകളിലുണ്ടതല്ലാതെ പൊതുവായ കൂടിച്ചേരലുകളുടെ ഭാഗമായിട്ട് അവർ വരുന്നില്ല. പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പൊതു സ്കൂളുകളുടെ ഭാഗമായി തന്നെ വേണമെന്ന് പോലുമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതൊക്കെ മറ്റൊരു അവസരത്തിലാവാം. ഇത് ഈ പൊതു ഇടത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് മലയാളിയുടെ ആഘോഷങ്ങളിൽ ഏറ്റവും വലിയ കൂട്ടായ്മയായി, മലയാളി ആഘോഷങ്ങളിൽ ജാതിയില്ലാതെ ആ നൃത്തങ്ങളിൽ നിങ്ങൾ കണ്ടു, പല ജാതിയിലും മതത്തിലും പെട്ടവർ
അവർ തമിഴ് ഭാഷയിലാണെങ്കിലും നൻപ എന്ന് വിളിച്ച് ചേർത്ത് പിടിക്കുന്ന ദൃശ്യങ്ങൾ ഈ സമൂഹത്തിലുള്ള ആളുകൾക്ക് കൈയടിക്കുമ്പോൾ ഒരു തരത്തിലുള്ള പരാധീനതകളും ഇല്ല എന്ന് നമ്മളെപ്പറ്റി തന്നെ പറയുന്ന നമ്മൾ, വലിയ ബുദ്ധിമാന്മാരും വലിയ ശാരീരിക ശേഷിയുള്ളവരൊക്കെ ആയിട്ട് സ്വയം പരിചയപ്പെടുത്തുന്ന നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിലടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മളോട് പരസ്പരം ചേർത്ത് പിടിക്കാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് ആ മക്കൾ ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ആ നൃത്തത്തിലെ ദൃശ്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് ഒരു സന്ദേശം മാത്രമല്ല, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഇതൊരു ഉത്തരവാദിത്തമാണ്. അവരവരുടെ പദവികളിലും ജീവിതത്തിലും നിന്നുകൊണ്ട് ചുറ്റുപാടിലേക്ക് നോക്കാനും, ഭിന്നശേഷിക്കാരുൾപ്പെടെയുള്ള ആളുകൾ വളർന്നു വരുമ്പോൾ അവർക്ക് ഈ സമൂഹത്തിൽ പൊതുവിടത്തിൽ മാന്യമായി ജീവിക്കാനുമുള്ള അവരുടെ അവകാശത്തെ സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടം കൂടെ ഓരോരുത്തരുടെയും, അത് വ്യാപാരിയുടെ ആണെങ്കിലും വ്യവസായിയുടെ ആണെങ്കിലും പൊതുപ്രവർത്തകൻ്റെ ആണെങ്കിലും ജനപ്രതിനിധിയാണെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിലും അത് കൃഷിക്കാരനാണെങ്കിലും കച്ചവടക്കാരനാണെങ്കിലും ഡ്രൈവറാണെങ്കിലും വിദേശിയാണെങ്കിലും പ്രവാസ ലോകത്തുള്ളവർ ആരാണെങ്കിലും അവരുടെ ജീവിത ഭാഗമായി ഇത്തരമൊരു സന്ദേശത്തെ സാധ്യമായ രീതിയിൽ മുറുകെ പിടിക്കാനുള്ള പ്രചോദനമാണ് വടകരക്ക് ഈ ഓണ വൈബ് സമ്മാനിച്ചത്. അതിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ഹൃദയം നിറഞ്ഞ നന്ദിയും പ്രിയപ്പെട്ട MLAയോടും വൈബിൻ്റെ ടീമിനോടും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പഞ്ചായത്തുകളുടെ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ, മുനിസിപ്പാലിറ്റിയുടെ എല്ലാം പ്രാതിനിധ്യം ഇവിടെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുൾപ്പെടെ വന്നു ചേർന്നിട്ടുള്ള ബഹുമാന്യരായ മുഴുവൻ ജനപ്രതിനിധികളോടും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും കൂടെ അറിയിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് അവർക്കൊരു പ്രചോദനമാണ്. ഒരുപാട് പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ ഈ വിഷയം പാർലമെൻറ്റിൽ അവതരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അതിന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയത്. തീർച്ചയായും ന്യായമല്ല, എല്ലാ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒറ്റക്കെട്ടായി, ഒരു രാഷ്ട്രീയത്തിനും ഈ മേഖലയിൽ ഒരു ഇടപെടലിനെ അതിനെ തടസ്സപ്പെടുത്താൻ കഴിയാത്ത തരത്തിൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി സാധ്യമായത് നമ്മുടെ വടകരയുമായി കേന്ദ്രീകരിച്ച് ചെയ്യാൻ ഒരുക്കമാവേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ നിങ്ങൾക്ക് എല്ലാവിധ സ്നേഹാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അതുപോലെ ഒരു വാക്ക് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയുന്നു, മറ്റാരെ ഏൽപ്പിച്ചാലും നിങ്ങൾ നോക്കുന്നത് പോലെ ആ മക്കളെ നോക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങളുടെ കൈകളിലേക്ക് അവർ വന്നു ചേർന്നത്. അവരെ അങ്ങനെ ചേർത്ത് പിടിക്കാൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് നടുവിലും അവരെ അങ്ങനെ ഈ പറയുന്ന ദൈവത്തിൻ്റെ മക്കളെപ്പോലെ നിങ്ങളുടെ പൊന്നോമനങ്ങളെ നിങ്ങൾ നോക്കുന്നതും വളർത്തുന്നതും വലുതാക്കുന്നതും എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാം. പ്രായം അവർക്ക് കയറുമ്പോൾ, ശരീരത്തിന് അവർക്ക് ഭാരം കൂടുമ്പോൾ അവരെ നാളുകളിൽ എന്താവുമെന്നുള്ള ആശങ്കകൾ പലരുടെയും മനസ്സിലുണ്ടെന്നറിയാം. നമുക്ക് ഒരുമിച്ച് തന്നെ ആ ആശങ്കകൾക്കുള്ള ഉത്തരവും വടകരയിൽ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനും ഈ വൈബ് പ്രചോദനമാണ്. MLAയ്ക്കും വൈബിനും പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹാശംസകൾ. ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.